ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠ കേസിൽ വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നു സിനിമാ പ്രവർത്തകർ ഷാജി കൈലാസ്, സുരേഷ് കുമാർ, രഞ്ജി പണിക്കർ എന്നിവരാണ് മൊഴി നൽകിയത്. നാണയങ്ങളായാണ് സ്വർണം നൽകിയതെന്നാണ് താരങ്ങളുടെ മൊഴി. മോഹൻലാലും സുരേഷ് ഗോപിയും മൊഴി നൽകാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. VS അനു വിവരങ്ങളുമായിട്ടുണ്ട്. അനു, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SITക്ക് താരങ്ങൾ നൽകുന്ന മൊഴികൾ എങ്ങനെയാണ്? സേതു, ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിനിമാ പ്രവർത്തകർ മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷാജി കൈലാസ്, അതുകൂടാതെ തന്നെ രഞ്ജി പണിക്കർ, നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നിവരാണ് നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇവർ പറയുന്ന പ്രകാരം ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ നാണയങ്ങളാണ് ഈ സംഭാവനയായി നൽകിയിരിക്കുന്നത്. അതിൽ ഒരാൾ കൃത്യമായ അളവ് പറയുന്നുണ്ടെങ്കിൽ മറ്റു രണ്ടുപേർക്കും കൃത്യമായ അളവ് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, സുരേഷ് ഗോപി, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ വിജിലൻസ് സംഘം ബന്ധപ്പെട്ടു. അവരും മൊഴി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ഒരുപക്ഷെ ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 27 പേരാണ് നിലവിൽ സ്വർണം നൽകിയിട്ടുള്ളതായി ദേവസ്വത്തിൻ്റെ രേഖകളിൽ ഉള്ളത്. പക്ഷേ നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരോപണമായി ഉയർന്നത് അതിനേക്കാൾ കൂടുതൽ പേർ സ്വർണം നൽകുകയും അവിടെ ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് നിലവിൽ വിജിലൻസിൻ്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്വർണം നൽകിയവരെ കുറിച്ച് വിവരം ലഭിക്കുന്നതിന് വേണ്ടി ഒരു പത്രപരസ്യം നൽകാൻ വേണ്ടി വിജിലൻസ് ആലോചിക്കുന്നുണ്ട്. അതായത് അന്ന് സ്വർണം നൽകിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിജിലൻസിനെ ബന്ധപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം നൽകാൻ വേണ്ടി വിജിലൻസ് ആലോചിക്കുന്നുണ്ട്. അതേസമയം നമുക്കറിയാം, ഇത്തരം സംഭാവനകൾ നൽകുന്ന ആളുകൾ പേര് പരസ്യമാക്കാൻ വേണ്ടി തയ്യാറാകുമെന്ന് അടക്കമുള്ള വെല്ലുവിളികൾ അവിടെ ഉണ്ട് എങ്കിൽ കൂടി കൂടുതൽ ആളുകൾ സ്വർണം നൽകിയിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് വിജിലൻസ് സംഘം ഉള്ളത്.